രാജീവ് ചന്ദ്രശേഖരന്റെ വാദം എത്ര കണ്ട് നിലനിൽക്കുമെന്ന ചോദ്യമുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരാരൊക്കെ എന്നതിൽ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം കൊടുക്കേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ അത് അങ്ങനെയാണോ, അതിന്റെ പ്രോട്ടോകോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ചുമതലയുള്ള മന്ത്രിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണോ അല്ലയോ, അതൊക്കെ വേറൊരു ചോദ്യം. പക്ഷേ അതിനുമപ്പുറം അദ്ദേഹം പ്രോട്ടോകോൾ പ്രകാരം അതിന് അർഹനല്ലേ എന്ന ചോദ്യമാണ്. അപ്പോൾ ആ അവഗണിച്ചു എന്ന വാദത്തിൽ കഴമ്പില്ലേ? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തീർച്ചയായും വരേണ്ടതുണ്ട്. മറിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച പോലെയുള്ള വാദങ്ങൾ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യത്തിന് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ പ്രതിഷേധത്തിനും പ്രസക്തിയില്ല എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ വിവാദം ഇതിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് സാഹചര്യം. വ്യക്തമാണ് ഈ വിഷയത്തിൽ BJP ഇപ്പോൾ സർക്കാർ കാണിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണ്, അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് എന്ന് വാദം ഉന്നയിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ്. അതേസമയം ഇടതുമുന്നണിക്ക് മുന്നിലും ഇത് ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട്. കാരണം അത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയിൽ തങ്ങളെ അവഗണിച്ചു എന്നത് ഉയർത്തിക്കാട്ടാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി അടക്കം ഈ രാജീവ് ചന്ദ്രശേഖരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തത കുറവുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമോനോ അല്ലയോ, അത് വേറൊരു വിഷയം. അതിനുമപ്പുറം സംസ്ഥാനത്ത് പ്രോട്ടോകോൾ പ്രകാരം അത്തരം ഒരു പരിഗണന അർഹിക്കുന്ന മന്ത്രിയല്ലേ എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്? ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടെന്താണ്? ഇതിൽ രാഷ്ട്രീയം ഉണ്ട് എന്നതാണോ BJPയുടെ പൊതു നിലപാട്? സജിത്ത്, ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നൊരു വാദമെന്ന് പറയുന്നത് ഇത് നേരത്തെ തന്നെ തയ്യാറാക്കിയ ഇൻവിറ്റേഷനും എല്ലാമാണ്, ക്ഷണപത്രം എല്ലാം തന്നെ നേരത്തെ നൽകിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയം അത് പറയാമായിരുന്നു. എന്തിന് ഈ ദിവസത്തേക്ക് വേണ്ടി ഈ ഒരു പരാതി റിസർവ് ചെയ്തു? അത് ഈ ദിവസത്തിന് വേണ്ടി മാത്രം വിവാദമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് എന്നതെല്ലാം തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കും. പക്ഷേ വിശദീകരിക്കുമ്പോൾ പോലും അതിൽ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിലൊരു കൃത്യത കുറവുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ എന്തുകൊണ്ട് താങ്കൾ ക്ഷണിക്കപ്പെട്ടു എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് താനൊരു മുൻ മന്ത്രിയാണ്, അതുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മന്ത്രിയെ തന്നെ ഒഴിവാക്കുന്നു, ഒരു മുൻ മന്ത്രി അവിടെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല, അത് ഓഫീസാണ് തീരുമാനിക്കുന്നത് എന്നതെല്ലാം തന്നെയാണ് പറയുന്നത്. ഇതിൽ ബന്ധപ്പെട്ട പ്രോട്ടോക്കോളിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ളതാണ്, ആരെ ക്ഷണിച്ചു എന്നത്. അതിൽ മരുമോനെ ക്ഷണിക്കേണ്ടതുണ്ടോ എന്ന് അങ്ങനെ ഒരു പദമാണ് ആദ്യം ഈ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നീട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇതൊരു ഈ രീതിയിലൊരു മരുമകൻ എന്നതിനേക്കാളും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്, പൊതുമരാമത്ത് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആ രീതിയിൽ അങ്ങനെയാണോ അത് ഈ ഒരു സംഭവത്തെ കാണേണ്ടത്, അല്ലെങ്കിൽ ഈ രീതിയിലാണോ ഇതിനെ വിവക്ഷിക്കേണ്ടത് എന്നെല്ലാം തന്നെ ചോദിക്കുമ്പോഴാണ് പിന്നീട് അതിലേക്ക് മാറുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇത് വിവാദമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ അറിയിച്ചതാണ്. വളരെ നേരത്തെ തന്നെ ഈ പരിപാടി സംബന്ധിയായ കാര്യങ്ങൾ അറിയിപ്പ് ലഭിക്കുന്നു. അതേ സീമിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒഴിവ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഴിവാക്കിയെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ സമയത്തേക്ക് വരികയും ഇപ്പോൾ ഒരു ബഹിഷ്കരണത്തിലേക്ക് പോവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അതൊരു രാഷ്ട്രീയപരമായ കാര്യം മാത്രമാണ് എന്നതാണ് BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദമാണ് എന്ന് പറയുമ്പോൾ പോലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കേന്ദ്ര പദ്ധതി അത് സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ തീർച്ചയായും ആ വിഭാഗത്തിൻ്റെ കൂടി, പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ കൂടി മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഔചിത്യം പൊതുവിൽ ചോദ്യം ചെയ്യുമ്പോൾ പോലും ഇതിനെ രാഷ്ട്രീയപരമായി കാണുകയാണ് BJP നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദം മാത്രമാണ്, അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന ഒരു വാദത്തിലാണ് BJP മുറുകെ പിടിക്കുന്നത്. സജിത്ത്.
യെസ് അതാണ് സാഹചര്യം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ബഹിഷ്കരണത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് വാദിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. അതുകൊണ്ട് ഈ നടക്കുന്ന കാര്യങ്ങൾക്കും നീക്കങ്ങൾക്കും എല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ അവഗണിക്കപ്പെട്ടു എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. അതേസമയം ഈ ബഹിഷ്കരണത്തിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് BJPയും ആരോപിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്ന എല്ലാം പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. നമുക്കറിയാം വരുന്ന മണിക്കൂറുകളിലും ഇതിൻ്റെ തുടർ നീക്കങ്ങളുണ്ടാവും. ഒരുപക്ഷേ സർക്കാർ ഭാഗത്തു നിന്നും ചില കൂടുതൽ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. ഒരു ചെറിയ ഇടവേളയാണ്. നമുക്ക് കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്ക് മടങ്ങാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.